ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ അഗാജിത്ത്. ഇന്നത്തെ വീഡിയോ ഞാൻ തൃശ്ശൂർ പോവാണ്. ഞാനും അമ്മയും അച്ഛനും ഉണ്ട്. ട്രെയിനാണ് പോകുന്നത്. തിരുപ്പതി എക്സ്പ്രസ്സിനാണ് പോയത്. 5 hours ട്രാവലിംഗ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന്. 11:20 ട്രെയിൻ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ 10 മണിയൊക്കെ ആയപ്പോൾ വന്നിരുന്നു. പക്ഷേ ഞങ്ങളുടെ ട്രെയിൻ പിന്നെയും ലേറ്റായി. 12 മണിക്കാണ് വന്നത്. അത്രയും നേരം ഞങ്ങൾ അവിടെ ഇരുന്നു ട്രെയിൻ്റെ എണ്ണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നു. സീറ്റൊക്കെ നോക്കിയിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് ഞാൻ ട്രെയിനിൽ അങ്ങനെ പോയിട്ടില്ല. പിന്നെ അമ്മയുടെ വീട്ടിലൊക്കെ 1 hour അങ്ങനെയൊക്കെ പോയിട്ടേ ഉള്ളൂ. അല്ലാതെ ഇത്രയും ദൂരം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ കുറേ നേരം ഞാൻ ട്രെയിനൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. ഞങ്ങൾ ലഞ്ച് വെജിറ്റേറിയൻ തന്നെ വേണമായിരുന്നു. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെജൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് സമൂസയും മാംഗോ ജ്യൂസും വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ലാസ്റ്റ് 5 hours ശേഷം ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഒന്ന് ഇറങ്ങിയാൽ മതി, അത്രയ്ക്ക് സന്തോഷമാണ്. ഞാൻ കുറേ നാളായിട്ട് പറയണം എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം. പക്ഷേ എനിക്ക് ഒത്തിരി ക്ഷീണമൊന്നും തോന്നുന്നില്ല. നമ്മൾ സ്ലീപ്പറായിരുന്നു, അപ്പോൾ കിടന്നിരുന്നൊക്കെ പോകാൻ പറ്റിയതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ 3 ട്രെയിൻ അടുപ്പിച്ച് കിടക്കുന്നത് അത് കണ്ട് തൃശ്ശൂരിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പതിയെ നടക്കുകയാണ്. കുറേ ട്രെയിൻ ഇങ്ങനെയൊക്കെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനേക്കാളും വലിയ ഡെവലപ്പായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതിലും ആളുണ്ട്. ഇവിടെ കുറച്ച് നടന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഗുരുവായൂർ പോകാനാണ്. ഇവിടുന്ന് ഗുരുവായൂരോട്ട് 1 hour ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കണ്ട കേട്ടോ. അപ്പം ഞാൻ കണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. ഞാൻ മസാല ദോശയാണ് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. അവർ ഗീ റോസ്റ്റും ദോശയൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഒരു ചായ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ബസ് കയറാനാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഇഷ്ടംപോലെ ബസ്സുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇറങ്ങും കേട്ടോ. അങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. അവിടുന്ന് സൈഡിൽ കൂടെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് അവിടുന്ന് റൂം എടുക്കാനായിരുന്നു. ഞങ്ങൾ 3 ഹോട്ടലിൽ പോയി അടങ്ങ് റൂമില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കിട്ടി. ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴ, പുറത്തിറങ്ങാൻ വയ്യാത്ത മഴയായിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് മഴ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓടി അകത്ത് കയറി. അതിൻ്റെ അവിടുന്ന് നമുക്ക് കുറച്ച് നടക്കണമല്ലോ. അത് നടന്നിട്ട് ഞങ്ങൾ ബാഗും ഫോണും എല്ലാം വെക്കണം. അതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പം ക്യൂ നിർത്തി വെച്ചേക്കുകയാണ്. ആ ഒരു ക്യൂ 11:30 ആയപ്പോഴാണ് നടയുടെ അകത്ത് കയറിയെന്ന് പറയുന്നത് കേട്ടു. നമുക്ക് ഫോൺ, ക്യാമറ, ബാഗ് ഇതൊന്നും അലൗഡ് അല്ല. നമുക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് ചെക്കിങ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറ്റത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ കല്യാണ മണ്ഡപം. 4 മണ്ഡപം ഉണ്ട്. ഇവിടെ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല, പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ഡാൻസിന് വേണ്ടിയൊക്കെ റെഡിയായി കുറച്ച് നേരം നിൽപ്പുണ്ട്. നല്ല ആളാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 സ്റ്റേജ് ഉണ്ട്. ആ 2 സ്റ്റേജിലും ഒരേ സമയത്ത് പരിപാടി നടക്കാറുണ്ട്. രണ്ടിടത്തും ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ആണ് നടക്കുന്നത്. ഇവിടെയാണ് തുലാഭാരം തൂക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഡാൻസ് കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. പുറത്തിറങ്ങിയപ്പോൾ കടകളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇതാണ് ഗുരുവായൂർ പപ്പടം. എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അവന് വേണ്ടി ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കുന്ന ഇടയ്ക്ക് ഈ ഒരു സാധനം കണ്ടു. ഇത് നല്ലപോലെ കാറ്റുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ ആയിരുന്നത് വാങ്ങായിരുന്നു. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയല്ലോ. ഈ ബുദ്ധന്മാരെ കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലോ. ഇത് സോളാറിലാണ്. നമ്മൾ ലൈറ്റ് മാത്രം മതി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ എന്തോരം കൃഷ്ണന്മാരെ എല്ലാവരെയും വാങ്ങിക്കാം. അതുപോലെ ഭംഗിയാണ് കൃഷ്ണന്മാരെയൊക്കെ കാണാൻ വേണ്ടി. ഇവരെയൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്ര എനിക്ക് ഒറിജിനാലിറ്റി തോന്നിയില്ല. പിന്നെ നല്ലൊരാളെ നോക്കി എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ അടുത്ത ദിവസം എനിക്കത് വാങ്ങാൻ പറ്റിയില്ല. കുറേ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ദൈവങ്ങളുടെ ഫോട്ടോ, എല്ലാം കുഞ്ഞു നോക്കാൻ. ആ കുഞ്ഞെനിക്ക് മിനിയേച്ചർ ഐറ്റംസ് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം വാങ്ങണം എന്നുണ്ടായിരുന്നു. ചിലരെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചില കൃഷ്ണന്മാരെ നമുക്ക് കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നത്തില്ല. പിന്നെ ഈ ശിവനൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ ടൂറിന് പോയപ്പോൾ വാങ്ങിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴാണ് അറിയുന്നത് 10 മണിയായത്. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി റൂമിലൊക്കെ ചെന്നപ്പോൾ 10:45. പിന്നെ അടുത്ത ദിവസം 1 മണിയായപ്പോൾ എണീറ്റ് 1:30 ആയപ്പം ഞങ്ങൾ അമ്പലത്തിൽ റെഡിയായി പോയി. 1 മണിക്കൊക്കെ നിന്നാലല്ലേ എപ്പോഴെങ്കിലുമൊക്കെ എത്തത്തുള്ളൂ എന്ന് വിചാരിച്ചാണ്. അങ്ങനെ 1 മണിക്ക് നിന്നിട്ട് ഞങ്ങൾ നടയുടെ അകത്ത് കയറിയത് 9 മണിക്കാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ 9:30 ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗുരുവായൂർ വരെ വന്നതല്ലേ. പിന്നെ അവിടുന്ന് പോകാൻ വേണ്ടിയുള്ള തിരക്കൊക്കെ ആയി. ഞങ്ങളവിടെ ക്യൂവിൽ 5 മണിക്കൊക്കെ ഇരിക്കുമ്പോൾ അവിടെ കല്യാണം തുടങ്ങി. ആ സമയത്തൊക്കെ ആദ്യമായിട്ടാണ് കല്യാണം ഞാൻ കാണുന്നത്. 4 മണ്ഡപത്തിലും 4 കല്യാണം ഒരേ സമയത്തൊക്കെ ആദ്യമായിട്ടാണ്. നേരത്തെ ഞങ്ങളൊരു 19 കല്യാണം ഇന്ന് കണ്ടു കേട്ടോ. അവിടെ ഉള്ളവർ പറയുന്നു 200 കല്യാണം അന്നുണ്ടായിരുന്നു എന്ന്.
നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമേ അല്ല ഗുരുവായൂർ. നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാണാൻ പറ്റുന്ന ഒരാളുമല്ല അതിൻ്റെ അകത്തിരിക്കുന്നത്. അത് മനസ്സിലാവാൻ അവിടെ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞാലും അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഗുരുവായൂർ. പിന്നെ അവിടെ രാവിലെ തന്നെ ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് രാവ് പകലൊന്നും ഇല്ല. രാവിലെ തന്നെ അവിടെ അവരുടെ ചടങ്ങുകളും ഒക്കെ തുടങ്ങും. ഇവിടെ നോക്കിയാലും കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ഇത് തന്നെ ആയിരുന്നു. എങ്ങാനും അവർക്ക് മാറിപ്പോയി എന്തെടുക്കുമല്ലേ. പിന്നെ അമ്മയ്ക്കൊരു സെറ്റ് നോക്കാൻ കയറിയായിരുന്നു. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി എല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ പോകുന്ന വഴി കുറേ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനെയും കണ്ടു. പോകുന്ന വഴി കല്യാണം കണ്ടുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് അവിടെ 4 ഇടത്തും കല്യാണം ഒരേ സമയത്ത് നടക്കുവാണ്. ആയിരുന്നു. അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ തൃശ്ശൂർ ബസ് കയറി. ഭയങ്കര മഴയായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ വെജ് ബിരിയാണി ആയിരുന്നു, അവരൊന്നും ഊണ്. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് കഴിച്ചത്. അവിടെ ഞങ്ങൾ ട്രെയിൻ ഇരിക്കുവാണ്. ഞങ്ങൾ റിസർവേഷൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ലോക്കലിലായിരുന്നു പോയത്. അപ്പോൾ ഒരു 1 അവർ ഞങ്ങൾ നിന്നു, സീറ്റില്ലായിരുന്നു. എറണാകുളം ആയപ്പോൾ പിന്നെ ഇഷ്ടംപോലെ സീറ്റായിരുന്നു. അപ്പം ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കായംകുളത്തെത്തി. കാറ് ഞങ്ങളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർ എടുത്തു. പിന്നെ വീട്ടിൽ പോകാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നു. വാങ്ങിച്ച സാധനം എല്ലാം ഇവന് കൊടുത്തു. ഇവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.